ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ? ഉണങ്ങിത്താറായില്ലേ? നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയുടെ ലാസ്റ്റ് തേങ്ങ എടുത്തിട്ട് അരി ഉണ്ടാക്കുന്നത്. കുത്തിരി വറുത്ത് പൊടിച്ചു. ഒരു ഗ്ലാസ് കുത്തിരി അതിനടുത്ത് കേട്ടോ. ഒരു ഗ്ലാസ് കുത്തിരി വറുത്ത് പൊടിച്ചു. ഒരു മുറി തേങ്ങ എടുത്തു. പിന്നെ ഗൂട് ശർക്കര ചിരണ്ടി തേങ്ങയും ശർക്കരയും കൂടി മിക്സിയിൽ അരച്ചു. അരി വറുത്ത് പൊടിച്ചു. അരച്ചിലേക്കിട്ട് രണ്ടാമത് മിക്സിയിൽ ഒന്നും കൂടി അടിച്ചു. എല്ലാം കൂടി പ്ലേറ്റിലേക്കിട്ടു ഉണ്ടയാക്കി. പൂപ്പിൽ വരാണ്ടെക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇങ്ങനെ റോൾ ചെയ്യും. അമൂൽ ഐസ്ക്രീമിൻ്റെ ഡബ്ബയിലേക്ക്. അതാണ് അരിയുണ്ട. ഇത് വലിയ ഇത്രയിലും ഉണ്ടാക്കൂലേ, ആനമുട്ട പോലത്തെ. വെല്ലമ്മ നാരായണിളമ്മ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അച്ഛൻ്റെ പെങ്ങന്മാർ വിരുന്ന് വരുമെന്ന് ചടങ്ങില്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ വരുമ്പോൾ വലിയ ഉണ്ടയുള്ളത് അരിയുണ്ട. കാര്യപ്പെല്ലാം കൊണ്ടുവരും. പക്ഷെ എനിക്ക് കാര്യപ്പ് ഇഷ്ടമല്ല, അരിയുണ്ട ഇഷ്ടമെന്നുണ്ട്. അവർ അരിയുണ്ട ഒരു സുന്ദരിമാറായിട്ട് രണ്ടാളും വന്നതിന്. വേറെ ജില്ലകളെ അപേക്ഷിച്ചില്ലേ നമ്മളെ കണ്ണൂർ നാട്ടിൽ ഒരുപാട് നല്ല നല്ല ചടങ്ങുകളാണ് ശരിക്കും എല്ലാം. നമ്മളതുകൊണ്ട് കണ്ണൂർക്കാർ മിക്കവാറും കണ്ണൂർ ജില്ലക്കുള്ളിൽ തന്നെ കല്യാണം കഴിച്ച് വിടുമല്ലോ. കാരണം നമ്മളെ കൾച്ചറുമായിട്ട് ഒത്തുപോകാൻ അവർക്കേ പറ്റുള്ളൂ. ഇപ്പം പറയാൻ കഴിയില്ല, എന്നാലും പറയും നമ്മൾ തെക്കോട്ടൊന്നും കല്യാണം കഴിച്ച് വിടില്ല. എന്ന് വെച്ചാൽ അവരെ ചടങ്ങും കാര്യങ്ങളും അവരെ ആചാരവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ സാധാരണക്കാർ ലളിതമായ ചടങ്ങുകൾ നടത്തുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ അരിയുണ്ടി ആക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടാ. ഇപ്പോൾ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആരൊക്കെ വരുന്നറിയാം. കാര്യമായിട്ട് വിരുന്ന് വരണം എന്നില്ല ഒരു നാട്ട് നടപ്പില്ലതാരാന്നറിയാം. അമ്മേൻ്റെ ആങ്ങളേൻ്റെ ഭാര്യ ഒരമ്മയിലും. അങ്ങനെ എനിക്ക് 4 അമ്മയുണ്ട്. ഓരോരോ പിന്നെ കണ്ണൂർ ജില്ലത്തിന് ഓരോ ഭാഗത്ത് അങ്ങനെയില്ല, ഓരോ ഭാഗത്തുണ്ട്. അപ്പം അമ്മായി, മാമനും അമ്മായി, എൻ്റെ വല്യമ്മാവനും അമ്മായിയെല്ലാം വന്നിട്ടാ എന്നെ കെട്ടും കൊണ്ട് വരുവാന്ന് പറയാം. സൽക്കാരം കഴിഞ്ഞിട്ടാകുമ്പോൾ അത് തുടങ്ങും. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സൽക്കാരം എന്ന് പറഞ്ഞാൽ കല്യാണം പെണ്ണിൻ്റെ വീട്ടിലുണ്ടാവും. ആ പെണ്ണ് ചില സ്ഥലത്ത് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ. പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടാവും. പിറ്റേ ദിവസം അന്ന് ചെക്കൻ്റെ വീട്ടിൽ പോയി അന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ പെണ്ണിൻ്റെ വീട്ടിൽ ആരൊക്കെ വരുന്നറിയാം. ചെക്കനും പെണ്ണും, ചെക്കൻ്റെ അച്ഛനും അമ്മയും, പിന്നെ അടുത്ത ബന്ധുക്കൾ, അളിയന്മാർ, പെങ്ങന്മാർ അങ്ങനെ വരും. പിന്നെ അയൽവക്കത്തിലെ ആൾക്കാർ വരും. പിന്നെ കല്യാണത്തിന് അന്നത്തെ കാലത്തൊന്നും കാറ്ററിങ് സർവീസെല്ലാം കുറവല്ലേ. അപ്പോൾ കല്യാണത്തിന് ഹെൽപ്പ് ചെയ്ത ആൾക്കാർ തലേ ദിവസമെല്ലാം നാട്ടുകാരും ബന്ധുക്കളെല്ലാം ഒന്ന് കല്യാണ സദ്യ വെക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവരെല്ലാം വരും സൽക്കാരത്തിന്. അവർക്ക് കല്യാണത്തിനൊന്നും വരാൻ പറ്റില്ലല്ലോ, അവിടെ പണിയെടുക്കേണ്ടതുകൊണ്ട്. അപ്പോൾ അവർ വരും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഈ സൽക്കാരം പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ, അങ്ങനെ ഒരു ചടങ്ങാണ്. പെണ്ണിൻ്റെ വീട്ടിൽ സൽക്കാരം കഴിഞ്ഞാൽ മാത്രമേ പെണ്ണും ചെക്കനും വേറെ എവിടേക്കും ആൾക്കാർ വിരുന്നിന് വിളിക്കൂലൂ, വേറെ വീടുകളിലേക്ക് പോലും. ആദ്യം സ്വന്തം വീട്ടിലേക്ക് പോകണം. അങ്ങനെയല്ല ഇങ്ങനെ പറയുന്ന കേട്ടിയാണ്. നല്ല രസമല്ലേ കേൾക്കാൻ. സ്വന്തം വീട്ടിലേക്ക് പോകണം എന്ന് അങ്ങനെയുണ്ട്. ചേട്ടൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്ത് ജോലി ചെയ്യുന്നവർ, ഗൾഫാറോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെല്ലാം എന്ത് ചെയ്യുന്ന പറയാം, പിറ്റേ ദിവസം തന്നെ സൽക്കാരം വെക്കും. ചിലവർ ഇന്ന് ഈ ഞായറാഴ്ച കല്യാണം പറയാം, കല്യാണം തിരക്കെല്ലാം കേട്ട് അടുത്ത ഞായറാഴ്ച സൽക്കാരം വെക്കാമെന്ന് വെച്ചാൽ അവർ നാട്ടിൽ തന്നെ ഇല്ല ആളല്ലേ, അവർക്ക് എപ്പോഴും വെച്ചാൽ മതി. നമുക്ക് പോകേണ്ട വരാകുമ്പോൾ നമുക്ക് എന്തെല്ലോ കാര്യത്തിന് ഇടയിലോ പോകേണ്ടി വരും. അക്കാരണം കൊണ്ട് പിറ്റേ ദിവസം തന്നെ വെക്കും. അതങ്ങനെ പിറ്റേ ദിവസം തന്നെ സൽക്കാരം വെച്ചു. പിന്നെ ഇവിടുന്ന് അച്ഛനും അമ്മയും അളിയന്മാരും അങ്ങനെയെല്ലാം വന്നിനെ, കുറേ ആൾക്കാർ വന്നിനെ. ഒരു ജീപ്പിലാണ് ചേട്ടാ. അത്ര ആൾ പോയി ഓർമ്മയുണ്ടോ? ജീപ്പിലാണ് എനിക്ക് ഓർമ്മയുണ്ട് അല്ലേ? ജീപ്പിലല്ലേ? പിന്നെ അങ്ങനെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അന്ന് തന്നെ ഇങ്ങോട്ടേക്ക് സൽക്കാരാക്കിയ അങ്ങനെയാക്കും ചില സ്ഥലത്ത് കേട്ടോ. അന്നത്തെ ദിവസം തന്നെ. എന്നിട്ട്
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കാരെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ അന്ന് വിരുന്നിൻ്റെ കാര്യങ്ങൾ വരും. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം നിൽക്കാൻ പോകും. അപ്പോൾ അത് പഞ്ചായത്തിൽ കല്യാണം രജിസ്റ്റർ ചെയ്യാനും പിന്നെ നമ്മൾ SNDPൻ്റെ പെടുന്നില്ല. SNDPൻ്റെ ആകുമ്പോൾ അവരെ യോഗത്തിൽ ഒപ്പിടവും കാര്യങ്ങളൊന്നും അവർക്കും പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും അല്ലേ. നമുക്ക് നമ്മൾ എന്നിട്ട് ഒരു ദിവസം ഒരാഴ്ചക്കുള്ളിലെല്ലാം നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം താമസിക്കാൻ, രാത്രി നിന്ന് പിറ്റേ ദിവസം രാവിലെ വരാൻ വേണ്ടി പോകും. രാവിലെ പോയി രാവിലെ പോയിട്ട് പിന്നെ ചായയും കടിയെല്ലാം കുടിച്ച് പഞ്ചായത്ത് ഓഫീസിൽ പോയി രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ചോറുണ്ട്. അവിടെ നിന്ന് എല്ലാവരോടും കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഭയങ്കര സന്തോഷത്തോടുകൂടി പറഞ്ഞ് എന്തൊക്കെയാണ് നടത്തുന്നത്, നല്ല രസമായിരിക്കും പറയുന്നത് കേൾക്കാൻ. അതെല്ലാം പിന്നെ പറഞ്ഞിട്ട് അന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് പിന്നെ ഓരോരോ ആൾക്കാരായിട്ട് നമ്മൾ ക്ഷണിക്കാൻ വരും, കല്യാണം കഴിഞ്ഞവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ശ്രീയേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ശ്രീയേട്ടൻ്റെ മൂത്ത ഏട്ടൻ അവരെ വീട്ടിലേക്ക് ഒരു ദിവസം ക്ഷണിച്ചു നിൽക്കാൻ. നമ്മളവിടെ ഒരു ദിവസം താമസിക്കാനാണ് എല്ലാവരുടെ വീട്ടിലും ഒരു ദിവസം താമസിക്കാനാണ് പോയത് കേട്ടോ. മൂത്ത ഏട്ടൻ്റെ വീട്ടിൽ പോയി, പിന്നെ മൂത്ത പെങ്ങളെ വീട്ടിൽ പോയി നിന്നു, ഏട്ടൻ്റെ വീട്ടിലും പെങ്ങളെ വീട്ടിലും പോയി നിന്നു. വേറൊരു പെങ്ങളുണ്ട്, 2 പെങ്ങളുണ്ട്. അപ്പോൾ ഇളയ പെങ്ങളെ വീട്ടിലും ക്ഷണിച്ചു, ആടിയും പോയി നിന്നു. പിന്നെ അനിയനാണ് നിൽക്കാൻ പോകുന്ന വീട് അത്രയാന്നിനും. ബാക്കി എൻ്റെ വീട്ടുകാരുടെ അടുത്തെല്ലാം നിൽക്കാൻ പോകലും ചെയ്തു. നമുക്ക് അത്രയും ലീവ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എല്ലായിടത്തും ക്ഷണിച്ച് ആടെ പോയി വരും. ഇത് എല്ലാ ബന്ധുക്കളും ക്ഷണിച്ചു. അമ്മമ്മക്ക് 7 മക്കളാണ്. അപ്പോൾ എൻ്റെ അമ്മ കഴിച്ച് പിന്നെ 6 ആളും ക്ഷണിച്ചു. ബിരിയാണി അങ്ങനെ തന്ന് 10-15 ദിവസം നമ്മൾ നാട്ടിലുണ്ടായിട്ടില്ല. ഒരു അരിയുണ്ടി ഉണ്ടാക്കുമെന്ന് ഓർമ്മകളായതെല്ലാം. അങ്ങനെ എല്ലാം തീർന്നിട്ടില്ല കേട്ടോ. ഒരുവിധം പറ്റുന്നിടത്തെല്ലാം പോയി, അല്ലാത്തടത്ത് പിന്നത്തെ ലീവിൽ വരൽ പോയി. അങ്ങനെയാണ്. എനിക്ക് കാര്യപ്പം ഇഷ്ടമില്ലാത്തത് കൊണ്ട് അധികം വിരുന്ന് വരുന്നവർ അരിയുണ്ടി പിന്നെ ബേക്കറി ഉപ്പുല സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം കൂടുതലും ഉണ്ടെന്ന്. പക്ഷേങ്കിൽ കാര്യപ്പം ഉണ്ണിയപ്പം വിരുന്നിന് പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ഒരു ചടങ്ങില്ലോണ്ട് അതെന്തായാലും കൊണ്ടുപോകും. അതും കുഴലപ്പം എന്ന് പറയും, മൈദയും മുട്ടയെല്ലാം കൂട്ടിയിട്ട് ഉണ്ടാക്കുക. നമ്മൾ കുഴലപ്പം എന്ന് പറയാം, കുഴലപ്പം എന്നല്ല, കാര്യപ്പം കുഴലപ്പമെന്ന് കെട്ടുകൊണ്ടുപോകാന്ന് പറയാം. അങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലെ നടപ്പ്. അപ്പോൾ അരിയുണ്ട ഉണ്ടാക്കി കഴിഞ്ഞു സുഹൃത്തുക്കളെ, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അരിയുണ്ട. ഇത്രയായില്ല കേട്ടോ, അത്രയെണ്ണം ഉണ്ടാവും, ഒരു 10-20 ഉണ്ടാവുമായിരിക്കും. ഇത്രയാണ് അരിയുണ്ട. ഓക്കെ.